കൽപ്പറ്റയിൽ റവന്യൂ അദാലത്തിന് മുന്നോടിയായി ചേർന്ന അവലോകന യോഗത്തിലാണ് നികുതി സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പരിഗണിച്ചത്. ഹാരിസൺ മലയാളം കമ്പനി ഹൈക്കോടതിയിൽ കൊടുത്ത മിച്ചഭൂമി പട്ടികയാണ് തർക്കത്തിന് ആധാരം. ഇതിനെ തുടർന്ന് കഴിഞ്ഞ ജൂൺ മാസം മുതൽ റവന്യൂ വകുപ്പ് നികുതി സ്വീകരിക്കുന്നതുമില്ല. അതായത് തൃക്കൈപ്പറ്റ വില്ലേജിൽ ഹാരിസൺ കമ്പനി ജയ്ഹിന്ദ് ഏജൻസീസിന് കൈമാറിയ 450 ഏക്കർ ഭൂമി ജയ്ഹിന്ദ് ഏജൻസീസ് പിന്നീട് കർഷകർക്ക് മുറിച്ചു വിറ്റിരുന്നു. ഹാരിസൺ കമ്പനിയാകട്ടെ ഇതും സർക്കാരിന് കൈമാറാനുള്ള മിച്ചഭൂമിയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. ബോയ്സ് ടൗൺ ഭാഗത്ത് ഗ്ലെൻ ലെവൽ എസ്റ്റേറ്റിൽ നിന്ന് ഭൂമി വാങ്ങിയവർക്കും നികുതി അടയ്ക്കാനാവുന്നില്ല. ഇത്തരത്തിലുള്ള പരാതികൾ പരിഹരിക്കാൻ വീണ്ടും ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കാനാണ് തീരുമാനം. നേരത്തെ നികുതി സ്വീകരിച്ചുകൊണ്ടിരുന്നത് നികുതി ഇപ്പോൾ സ്വീകരിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ച് ഞങ്ങൾ അടുത്ത ഒരു യോഗം കഴിഞ്ഞതിന് ശേഷം തീരുമാനത്തിലേക്ക്. കൂടാതെ ഹാരിസൺ കമ്പനി തയ്യാറാക്കിയ മിച്ചഭൂമി പട്ടിക പ്രകാരം വയനാട് ജില്ലയിൽ 15 ഏക്കർ ഭൂമി മാത്രമാണ് ഏറ്റെടുക്കാനുള്ളത്. HML ഇതിലൊരു തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ പോലും ഇക്കാര്യത്തിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കാരണം ഇവിടെ ഞാൻ വിലയിരുത്തൽ യോഗം നടത്തിയപ്പോൾ ഇത് വെറും 15 ഏക്കർ ഭൂമി മാത്രമാണ് ഇവിടെ ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മിച്ചഭൂമി വിഷയത്തിനൊപ്പം ജില്ലയിലെ ആദിവാസികൾ ഒഴിച്ചുള്ള 6085 ഭൂരഹിതർക്ക് ഭൂമി നൽകാനുള്ള നടപടികളും യോഗം വിലയിരുത്തി. ഇന്ത്യ വിഷൻ, വയനാട്.